എസ് ഹൈസ്കൂളിൽ നിന്ന് ഈ പ്രാവശ്യം പരീക്ഷ എഴുതി 7 വിദ്യാർത്ഥികൾക്ക് A+ മുഴുവൻ കിട്ടിയ വിദ്യാർത്ഥികളിൽ ഒരു മിടുക്കനായ നമ്മുടെ ഈ വിദേശത്തുകാരനായ AC ഹാഫിസ് മുഹമ്മദിന് ഞാൻ ആദ്യമായി എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും എല്ലാ ആശീർവാദങ്ങളും അർപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുന്ന മുമ്പിലുള്ള കുഞ്ഞു വിദ്യാർത്ഥികളും ഇപ്പോൾ 9ാം ക്ലാസ്സിലും 8ലും 10ലും പഠിക്കുന്ന കുട്ടികളൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇനിയുള്ള അവസരങ്ങളിൽ നിങ്ങളുടെ പരീക്ഷ അടുത്ത വർഷം വരുമ്പോൾ ഇതുപോലെ ഹാഫിസ് മുഹമ്മദിനെ പോലെ മുഴുവൻ വിഷയങ്ങൾ A+ നേടിക്കൊണ്ട് ഇതുപോലെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ച് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഇവിടെയുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മുന്നോട്ട് വരണം എന്നാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ബഹുമാന്യനായ വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ പ്രദേശത്തുകാർ നിങ്ങളോടൊപ്പം കളിച്ചു വളർന്നിട്ടുള്ള, നിങ്ങളോടൊപ്പം സുഖവും ദുഃഖവും പങ്കിട്ടിട്ടുള്ള, നിങ്ങളുടെ സന്തത സഹചാരി, നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹം ഈ വർഷത്തെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയപ്പോൾ അദ്ദേഹത്തെ അനുമോദിക്കാൻ നിങ്ങളെല്ലാം താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു മാതൃകയാകണം. ഈ വാണിമേലിലെ മറ്റ് പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഇത് മാതൃകയാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ, അതുപോലെ സ്കൂളിന്റെ PTA വക, മാനേജ്മെന്റിന്റെ വക, നാട്ടിലെ മറ്റ് സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ ഇവർക്ക് അനുമോദനങ്ങൾ ലഭിക്കും. അതിനേക്കാളൊക്കെ സന്തോഷം ഈ പ്രദേശത്തെ ഒരു കുഗ്രാമത്തിൽ, ഈ കിടഞ്ഞോത്തുമുക്കിലുള്ള ഹാഫിസ് മുഹമ്മദിനോടൊപ്പം വളർന്നിട്ടുള്ള കൂട്ടുകാരെല്ലാം ചേർന്ന് നടത്തുന്ന സ്വീകരണം എന്ന് പറയുന്നത് അത് വളരെ മനോഹരമാണ്. അത് ഹാഫിസ് മുഹമ്മദിന് നൽകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. അത് അദ്ദേഹത്തിന്റെ ഭാവി വിദ്യാഭ്യാസത്തിനും ഭാവി ജീവിതത്തിനും നിങ്ങൾ നൽകുന്ന പ്രചോദനവും നിങ്ങളുടെ സ്വീകരണവും അദ്ദേഹത്തിന് വളരെയേറെ ഉപകാരം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാം നിങ്ങളെ അനുമോദിക്കാൻ, ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളതിനെ നിങ്ങളെ അനുമോദിക്കാൻ വേണ്ടി ഞങ്ങളെ ഒക്കെ തയ്യാറാകുന്നു. ഇവിടെ നേരത്തെ അധ്യക്ഷനും അതുപോലെ സ്വാഗത ഭാഷണത്തിലൊക്കെ പറഞ്ഞു, എല്ലാ വിഷയത്തിലും A+ നേടുക അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്, നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ ഹെഡ്മാസ്റ്റർ MA, അദ്ദേഹം ഇപ്പോഴത്തെ SSLC പരീക്ഷയിൽ അദ്ദേഹം ഇന്നത്തെ 10 വിഷയങ്ങളും IT അദ്ദേഹത്തിന് നമുക്ക് ഒഴിവാക്കി കൊടുത്തു. 9 വിഷയങ്ങൾ അദ്ദേഹം എഴുതിയാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആ 9 വിഷയത്തിലും A+ വാങ്ങാൻ കഴിയില്ല. ഇനി ഞാനൊരു അധ്യാപകനാണ്, ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ തന്നെ A+ ഞാൻ എഴുതിയാൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം പരീക്ഷയുടെ രീതി അങ്ങനെയാണ്. പരീക്ഷ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് അതിന്റെ ഉത്തരം നമ്മൾ പകർത്തി എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്കും 100-ൽ 100 മാർക്കൊക്കെ കിട്ടും എൻ്റെ വിഷയത്തിൽ, ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ. മറ്റു വിഷയത്തിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ വളരെ പിറകിലായിരിക്കും. പക്ഷെ ഇന്നത്തെ പരീക്ഷ രീതിയിൽ അങ്ങനെയല്ലല്ലോ. പരീക്ഷയിൽ കുട്ടിയുടെ കാഴ്ചപ്പാടുകൾ, കുട്ടിയുടെ അഭിരുചി എല്ലാം പരിശോധിക്കപ്പെടുകയാണ്. അവിടെ വ്യത്യസ്തമായ രീതിയിൽ ഉത്തരങ്ങൾ എഴുതുന്ന കുട്ടി, അവന്റെ കഴിവ് അവൻ പ്രകടിപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലാകുമ്പോൾ അത് മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകൻ അത് മനസ്സിലാക്കുകയും അത് പരിഗണിക്കുകയും അങ്ങനെ മാർക്ക് നൽകുകയും ചെയ്യുന്ന ഈ പുതിയ സംവിധാനത്തിൽ പരീക്ഷയിൽ A+ എല്ലാ വിഷയത്തിലും നേടുക എന്ന് പറയുന്നത് വലിയൊരു മഹത്തായ കാര്യം തന്നെയായിട്ട് നമ്മൾ പരിഗണിക്കണം. പരീക്ഷ ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾ അവര് ഈ ഹാഫിസ് മുഹമ്മദിനെ മാതൃകയാക്കുക. ഹാഫിസ് മുഹമ്മദിന്റെ
ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ഈ പഠനത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിരുചിയും ഒക്കെ തന്നെ നിങ്ങളും പിന്തുടർന്നുകൊണ്ട് അടുത്ത ഭാവിയിൽ ഇനി നടക്കാൻ പോകുന്ന SSLC പരീക്ഷയിലൊക്കെ നിങ്ങൾ വിജയം നേടണം. ഇതുപോലെ A+ വാങ്ങി വാരിക്കൂട്ടി ഈ പ്രദേശത്തിന്റെ അഭിമാനമായി മാറാൻ നിങ്ങൾക്കെല്ലാം കഴിയണം എന്നാണ് എന്റെ പ്രസംഗം കേൾക്കുന്ന 8, 9, 10 ക്ലാസ്സിലൊക്കെ അതിന് താഴെയൊക്കെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാം. മേഖലയിലെ കുട്ടികൾക്ക് എല്ലാറ്റിനും കഴിവുണ്ട്. പല മേഖലയിലും വാണിമേൽക്കാർ ഇന്ന് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ന് അവരുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്ര രംഗത്ത് നോക്കിയാൽ ഒരുപാട് പേരുണ്ട്. ഇനി ആതുര ശുശ്രൂഷ രംഗത്ത് നോക്കിയാൽ ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്. പല മേഖലകളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഉയർന്ന പദവികളിലുള്ള നിരവധി പേർ ഈ നാട്ടിൽ. ഹൈസ്കൂളിൽ നിന്ന് ഈ വർഷം 422 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഈ ആകെയുള്ള 422 വിദ്യാർത്ഥികളിൽ 7 പേർക്ക് മാത്രമാണ് മുഴുവൻ വിഷയങ്ങളിലും A+ നേടാൻ കഴിഞ്ഞത്. നേരത്തെ മൂസ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. SSLC പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് നേരത്തെ മുൻകാലങ്ങളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രയാസകരമായ ഒരു കാര്യമായി. ഞാൻ വളയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് 1973 SSLC പാസ്സായതാണ്. അന്ന് 200ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 13 പേരാണ് പാസ്സായത് എന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിൽ തന്നെ ഈ 13 പേരിൽ തന്നെ വാണിമേലിൽ നിന്ന് പോയ ഞങ്ങൾ കുറച്ചു പേരാണ് അന്നത്തെ റിസൾട്ടിൽ മുന്നിട്ട് നിന്നിരുന്നത്. അന്നൊക്കെ പരീക്ഷ എന്ന് പറയുന്നത് SSLC പരീക്ഷ 10ാം ക്ലാസ്സിലെ വിഷയങ്ങൾ മാത്രമല്ല, 8, 9, 10 ക്ലാസ്സുകളിലെ 3 ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങളെ ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണ്. റെട്രോസിലോ ഇനി അല്ലെങ്കിൽ സ്കൗട്ടിലോ ഗൈഡ്സിലോ ഒക്കെ നല്ലവണ്ണം 10% മാർക്ക് കൂടി 10 മാർക്ക് കൂടി കൊടുത്തുകൊണ്ട് 90ന്റെ മേലെ എത്തിച്ച് A+ ലഭിക്കാം. ചിലർക്കൊക്കെ അങ്ങനെ പല വിഷയങ്ങളിലും A+ ലഭിക്കാറുണ്ട്. ഇവിടെ അതൊന്നും ഇല്ലാതെ തന്നെ ഓരോ വിഷയത്തിനും അധ്വാനിച്ച് പഠിച്ച് ഈ ഗ്രേഡ് നേടിയിരിക്കുന്നു എന്നതാണ്. ഇതാണ് അധ്വാനത്തിന്റെ ഫലം, അല്ലെങ്കിൽ അധ്വാനത്തിന്റെ വിജയം, സ്ഥിരോത്സാഹത്തിന്റെ വിജയമാണ്. ഇന്ന് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഗുണമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് ഈ അധ്വാനശീലം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രിയ സുഹൃത്തും എൻ്റെ പ്രിയ ശിഷ്യനും കൂടിയായ ഹാഫിസ് മുഹമ്മദ്, VP ഇബ്രാഹിം, അബ്ദുല്ലക്ക, കരീംക്ക, മറ്റേ സഹോദരി സഹോദരന്മാർ, വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്ത് ഹാഫിസ് വളരെ ഉന്നതമായൊരു വിജയമാണ് ഇവിടെ നേടിയത്. അദ്ദേഹത്തിന് നിങ്ങൾ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഒരു ഉപഹാരം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാഫിസിന്റെ വിജയം ഒരു സാധാരണ വിജയമല്ല. അതിനപ്പുറത്ത് നിങ്ങൾ ഈ ബാനറിൽ എഴുതി വെച്ചതുപോലെ തന്നെ മാന്ത്രിക വിജയം എന്നാണ് നിങ്ങൾ എഴുതി വെച്ചത്. അത്രമാത്രം പ്രാധാന്യം ആ വിജയത്തിനുണ്ട്. കാരണം സ്വന്തം അധ്വാനിച്ചുകൊണ്ട്, സ്വയം കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, അത്രയൊന്നും മറ്റുള്ളവരുടെ സഹായങ്ങളും അതേപോലെ തന്നെ പിന്തുണയൊന്നും ആഗ്രഹിക്കാതെ സ്വന്തം രീതിയിൽ തന്നെ പഠിച്ച് വിജയം കൈവരിച്ചു എന്നുള്ളതാണ് ഹാഫിസ്
മറ്റ് A+യുടെ വിദ്യാർത്ഥികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നൊരു കാര്യം. അത് മാത്രമല്ല, ഒരു സാധാരണ കുടുംബത്തിൽ ഉള്ള ആളെന്ന നിലയിൽ വലിയ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ തന്നെ പരിമിതമായ സൗകര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്ത ഒരു വിജയമായതുകൊണ്ട് തന്നെയാണ് ആഫീസ് കൂടുതൽ പ്രശംസയ്ക്ക് കാരണമാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ ഓർക്കുന്നത്, ആഫീസിന്റെ കുടുംബത്തിൽ ഇത്തരം ഒരു അംഗീകാരം ആദ്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് അനസ് കുണ്ടഞ്ചാലി. ഇതുപോലെയുള്ള ഒരുപാട് സ്വീകരണ പരിപാടികൾ അദ്ദേഹത്തിന് നമ്മൾ നൽകിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ പഠനരംഗത്തായിരുന്നില്ല, അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കലാരംഗത്ത്, പ്രത്യേകിച്ച് ഗാനാലാപന രംഗത്ത് വളരെ വലിയ നേട്ടം കൈവരിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തിന്, നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ നാട്ടിന് അഭിമാനമായി വളർന്നു വന്നതായിരുന്നു ആഫീസിന്റെ സഹോദരൻ അനസ്. അതിനുശേഷം ആഫീസ് പഠനരംഗത്ത് കഴിവ് തെളിയിച്ചുകൊണ്ട് വീണ്ടും നാട്ടുകാരുടെ പ്രശംസ നേടിയിരിക്കുക. അത് ഈ പ്രദേശത്തിന്, നമ്മുടെ നാട്ടിനെ നമുക്കൊക്കെ വലിയൊരു അഭിമാനമായിട്ട് കാണുകയാണ്. ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നവരുണ്ട്, സ്കൂൾ തലങ്ങളിലും അതേപോലെ തന്നെ കോളേജ് തലങ്ങളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ വിജയം, ആഫീസിന്റെ വിജയം, അതൊരു മാതൃകയായി സ്വീകരിക്കണം. ആർക്കും അധ്വാനത്തിലൂടെ, സ്വയം പ്രയത്നത്തിലൂടെ ഇത്തരത്തിലുള്ള വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് ആഫീസ് കാണിച്ചിരുന്നത്.